പിന്നെ ഇതുവരെ വിളിച്ച അഭിസംബോധന വിളിക്കാൻ പറ്റൂല, ഇതുവരെ പറഞ്ഞ സംസാരത്തിൽ സംസാരിക്കാൻ പറ്റൂല. ഒരു ഭർത്താവിന്റെ സ്ഥാനം വകവെച്ചു കൊടുത്തുകൊണ്ട് പിന്നെ മുന്നോട്ട് പോകണം. പിന്നെ വരുമ്പോൾ അറിയാം കാര്യങ്ങളൊക്കെ. അപ്പോ എന്നെക്കാളും വയസ്സുണ്ട് അവൾക്ക്. അതെ, പ്രേമിക്കുന്നവർക്ക് അത് പ്രശ്നമല്ല, പക്ഷെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അതൊരു ചെറിയ പ്രശ്നമായിട്ട് വരും. ഒരു പാവപ്പെട്ട ആളാണ് അയാൾ. അതാണ് വാപ്പ പറയുന്ന കാരണം. അതപ്പോ എനിക്ക് വിവാഹം കഴിച്ചു തരുന്ന തടസ്സം എന്താ? പാവപ്പെട്ടവർക്ക് നല്ല പെൺകുട്ടികളെയും വിദ്യാഭ്യാസമുള്ളവരെയും കല്യാണം കഴിക്കാൻ അവസരം സൃഷ്ടിച്ചുകൂടെ? ഞാൻ ചെയ്യുന്നത് ഒരു ത്യാഗമാണെന്നാണ് ഒരു പെൺകുട്ടി പറഞ്ഞത്. ഒരു പിതാവിന് അങ്ങനെയൊക്കെ ആലോചിക്കണം. താൻ വളർത്തിക്കൊണ്ടുവന്ന ഒരു പെൺകുട്ടി എവിടെ ജീവിക്കുന്നു, ആരെ കൂടി ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ ആലോചിച്ചേ പറ്റുള്ളൂ. അപ്പോൾ വളരെ കൃത്യമായും ആലോചിച്ചും ചെയ്യേണ്ട ഒരു തീരുമാനം തെറ്റായ അർത്ഥത്തിൽ വരുന്നു എന്നത് വളരെ ഗൗരവപരമായ ഒരു കാര്യമാണ്. അപ്പൊ ഇത് ന്യായീകരിക്കുന്ന ആളുകളൊക്കെ താൻ ചെയ്യുന്ന ഒരു തെറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ന്യായം എന്നതിൽ കവിഞ്ഞ് അതിലൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, പ്രേമങ്ങൾ ആത്മഹത്യയിലേക്ക് എത്തിച്ചിട്ടില്ലേ? ആത്മഹത്യ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് ആർക്കാണ് അറിയാത്തത്? ഒരു പക്ഷേ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അതൊരു പക്ഷേ പരലോകത്തെ പോലും നഷ്ടപ്പെടുത്തും എന്ന് ചിന്തിക്കുന്ന ദുരന്തങ്ങളില്ലേ? ഈ ദുരന്തങ്ങളൊക്കെ ആരാണ് അനാവരണം ചെയ്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം നിർണയിക്കാത്തൊരു വഴി, കുല്ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് പറയൂ, യഗുല്ലൂ മിൻ അബ്സാരിഹിം, കണ്ണുകളെ താഴ്ത്താൻ പറയൂ. കണ്ണുകളെ കൊണ്ട് നോക്കുമ്പോഴല്ലേ ഒരു ആകർഷണീയത തോന്നിയത്, വർത്തമാനം പറയണം തോന്നിയത്. ആ കണ്ണ് തുറക്കാൻ അനുവാദമില്ല. വിധിയുണ്ടോ പ്രേമിക്കാൻ അനുവാദം? ഒരു അന്യയായ പെൺകുട്ടിയെ നോക്കാൻ അനുവാദമില്ലെങ്കിൽ അവളെ കൊണ്ടു നടക്കാൻ അനുവാദമുണ്ടെന്ന് പറയുന്നത് എന്ത് ഇസ്ലാമിക അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അടുത്ത പ്രയോഗം നോക്കൂ, ഖുർആനിന്റെ കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ. അതാണത്. കണ്ണുകളിലൂടെ അത് തെറ്റായ ലൈംഗികതയിലേക്ക് എത്തിക്കും. തൊട്ടടുത്ത പ്രയോഗം നോക്കൂ നിങ്ങൾ, ദാലിക അസ്കാലഹും, അവർക്കതാണ് പരിശുദ്ധം. അതാണ് സഹോദരങ്ങളെ മാന്യത, അതാണ് നിലവാരത്തോട് യോജിക്കുന്നത്. ഏതു വലിയ പ്രൊഫഷണൽ സ്ഥാപനമായിരുന്നാലും ഒരാൺകുട്ടിയും പെൺകുട്ടിയും വർത്താനം ഒന്നിച്ചു നിന്ന് ദീർഘസമയം സംസാരിക്കുന്നത് കണ്ടാൽ കമന്റ് പറയാത്ത ആരെങ്കിലും ഉണ്ടോ ലോകത്ത്? ഏതെങ്കിലും മനസാക്ഷി അംഗീകരിക്കും അത്? ഒരാളിങ്ങനെ ബസ് സ്റ്റോപ്പിൽ 1 മണിക്കൂർ നിന്ന് അവർ രണ്ടാളും സംസാരിക്കണം, അതിങ്ങനെ കേട്ട് നിൽക്കുമ്പോൾ അതിലൊരു നന്മ കാണാൻ ആർക്കെങ്കിലും പറ്റൂ? ആർക്കും പറ്റില്ല. നിങ്ങളൊക്കെ നിങ്ങളെ വീട്ടിലാകുന്ന സമയത്ത് 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഫോൺ സംസാരിച്ചാൽ വാപ്പ ചോദിക്കില്ല, ഉമ്മ ചോദിക്കില്ല, ആരാ നിന്നെ വിളിച്ചത്? അങ്ങനെ വിളിക്കാൻ ഒരു അനുവാദമുണ്ടെങ്കിൽ, ആരുമായും സൗഹൃദത്തിന് വാപ്പക്കും ഉമ്മക്കും സമ്മതമുണ്ടെങ്കിൽ അനുവദിച്ചൂടെ? ഇനി അതൊക്കെ പോകട്ടെ, എല്ലാ നിർദ്ദേശങ്ങളെയും അവഗണിച്ചുകൊണ്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നവരോട് അവസാനത്തെ വാക്ക് എന്താന്ന് ചോദിച്ചാൽ, റിള റബ്ബി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുഹു ഫീ സുഖ്തിഹിമാ. കുരുത്തുണ്ടാവില്ല സഹോദരങ്ങളെ ജീവിതത്തിൽ. കുരുത്തെന്ന് പറയില്ല നമ്മള്, അനുഗ്രഹം കിട്ടൂല. കാരണം തരൂ, ഒരു ചുരിദാർ വാങ്ങാൻ, ഒരു കർച്ചീഫ് വാങ്ങാൻ വരെ ഉമ്മനെയും വാപ്പനെയും കൂട്ടിക്കൊണ്ടുപോയി സെലക്ഷൻ നടത്തി വാങ്ങി, എല്ലാം അവരെ സമ്മതപ്രകാരം ചെയ്തിട്ട് അവർ പ്രതീക്ഷയോട് കാത്തിരുന്ന വിവാഹത്തിന്റെ ദിനത്തിൽ അവർക്കൊരു പ്രസക്തിയുമില്ലാതെ അവർ അവഗണിച്ച് ഇറങ്ങിപ്പോയാൽ ജീവിതത്തിൽ രക്ഷപ്പെടുന്നു വിചാരിക്കരുത്. വിശ്വാസമുള്ള വേണം. റിള റബ്ബി ഫീ റിളൽ വാലിദൈൻ, അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസുഖ്തുഹു ഫീ സുഖ്തിഹിമാ, അവരുടെ കോപം, അവരുടെ രണ്ടുപേരുടെയും കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ പ്രതീക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ യഥാർത്ഥത്തിൽ അവരുടെ ഇഷ്ടവും പൊരുത്തവും ഈ കാര്യത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ടതുണ്ട്. ഒരു തലത്തിൽ നിന്നും ഒരന്യ സ്ത്രീയെ നോക്കാൻ നമുക്ക് അനുവാദമില്ലെങ്കിൽ, നോക്കിക്കൊണ്ടിരിക്കാൻ അനുവാദമില്ലെങ്കിൽ, അത് നമ്മുടെ ലൈംഗികമായ സദാചാര വിരുദ്ധമായ പ്രവർത്തനത്തിലേക്ക് എത്തിക്കുമെങ്കിൽ ഇതിനെങ്ങനെ അനുവദിക്കും? ഒരു വശം കൂടെ പറയണ്ടേ, ചിലപ്പോൾ ഇനിയും ചോദ്യം വരാം, പക്ഷെ ആ വശം കൂടെ ഞാൻ പറയാം. പലപ്പോഴും അവസാനം എന്റെ സുഹൃത്ത് പറയുന്നത് വേർപെടുത്താനാകാത്ത ബന്ധമായി മാറുന്നു. അങ്ങനത്തെ അവസ്ഥയിൽ എത്തുന്ന പല ബന്ധങ്ങളെയും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ അവരുടെ തന്നെ വീട്ടിലുള്ള ഒരു ഡ്രൈവർ സുരക്ഷത്തിന് വേണ്ടി നിശ്ചയിച്ചാൽ ഇപ്പോഴും കോളേജിലും സ്കൂളിലും കൊണ്ടാക്കുന്നത് അവനായിരിക്കും. ആ ബന്ധം വളർന്നു. അങ്ങനെ ഒരു ബന്ധം വളരുന്നുവെന്ന് ആരും അറിഞ്ഞില്ല. അവസാനം അയാളൊരു അന്യമതസ്ഥനാണ്. ആ മത ആചാരപ്രകാരം അവൾ വിവാഹിതയായി. വിവാഹത്തിനു ശേഷമാണ് അറിയുന്നത്. വിവാഹം എവിടെ വെച്ചായിരുന്നു? തികച്ചും അവരുടെ ഒരു ദേവാലയത്തിൽ വെച്ച് വിവാഹം നടന്നു. എല്ലാം പൂർത്തിയായി. അതിനുശേഷം ഒരു ഫോൺ കോൾ വന്നപ്പോൾ, തെറ്റായ രൂപത്തിലൊരു നീക്കത്തെക്കുറിച്ച് സൂചന കിട്ടിയപ്പോൾ അയാൾ ഗൾഫിൽ നിന്ന് വന്നു.
അന്വേഷണങ്ങൾ നടത്തിയപ്പോഴേക്കും കാര്യങ്ങൾ അതിന്റെ അങ്ങേയറ്റം എത്തിയിരുന്നു. വേർപ്പെടുത്താനാകാത്ത ബന്ധം എന്നല്ല എല്ലാവരും. പിന്നെ വേർപ്പെടുത്താൻ പറ്റും. ഇത് വിവാഹവും കഴിഞ്ഞിട്ടാണ് വേർപ്പെടുത്താൻ പറ്റും. അവൾ അവനെ വിശ്വസിച്ചു. പക്ഷെ അവൻ വിശ്വസിക്കാൻ പറ്റുന്നവനായിരുന്നില്ല. വെറുതെ പറയല്ല, അവൻ ഇതുപോലെ വ്യത്യസ്തരായ ഒട്ടനവധി പെൺകുട്ടികളുമായി ബന്ധം പുലർത്തുന്നു എന്ന് നേർക്കുനേരെ ആ പെൺകുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു അവളെ വിട്ടുകിട്ടാൻ. ഹൈക്കോടതിയിൽ പോകുന്നതിന് തലേന്നാൾ ഈ തെളിവുകൾ കയ്യിൽ കിട്ടിയപ്പോൾ അവൾ കണ്ണു തുറിച്ചു. അവൾ കോടതിയിൽ വാപ്പന്റെ ഉമ്മനും കൂടെ ഇറങ്ങിപ്പോന്നു. സഹോദരങ്ങളെ, ഇതിലേതാണ് വിശ്വാസമെന്ന് പറയാൻ പറ്റും? എനിക്കയാൾ വിശ്വാസം, അയാൾ ചതിക്കൂല. എന്ത് വിശ്വാസം സഹോദരങ്ങളെ? വാപ്പയുടെയും ഉമ്മയുടെയും അനുവാദമില്ലാതെ അവരെ കബളിപ്പിച്ചുകൊണ്ടൊരു പെൺകുട്ടിയെ കൊണ്ടു നടക്കുന്നവൻ, ആരാന്റെ മുറ്റത്തിന് സമ്മതമില്ലാതെ ഒരു പൂ പറിച്ചവൻ തെറ്റാണ് ചെയ്തതെങ്കിൽ, ഒരു വീട്ടിൽ സുരക്ഷിതമായി തന്റെ കുട്ടി സുരക്ഷിതയായിരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു പെൺകുട്ടിയെ തെറ്റായി ഉപയോഗപ്പെടുത്തുന്ന ഒരുത്തൻ വിശ്വസ്തനാണെന്ന് പറയാൻ എന്ത് മാനദണ്ഡമാണെന്ന് ഒരു മാനദണ്ഡമില്ല. അതുകൊണ്ട് ഒരു തലത്തിൽ നിന്നും ഈ വിഷയത്തെ ന്യായീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ ഏതു തിന്മ ചെയ്യുന്നവർക്കും താൻ ചെയ്യുന്ന തിന്മ നല്ലതായി തോന്നുമെന്ന ഖുർആന്റെ പ്രയോഗത്തിൽ നിന്നുകൊണ്ട് ന്യായങ്ങൾ പറയാൻ ആർക്കും പറ്റും. പക്ഷെ ആ ന്യായങ്ങൾക്ക് പ്രമാണത്തിന്റെ പിൻബലമില്ല. തികച്ചും വിശുദ്ധമായി ജീവിച്ചാൽ വിശുദ്ധമായൊരു ഭാവി നമുക്കുണ്ടാകും. ഇസ്ലാമിക നിയമങ്ങളെ നമ്മുടെ സുരക്ഷിതമായ ഭാവിക്ക് ഉപകരിക്കുകയുള്ളൂ എന്ന ആത്മവിശ്വാസത്തിൽ എത്രത്തോളം എത്തിയാലും ഇവിടെ വെച്ച് ഇത് ഇസ്ലാമിക നിയമങ്ങൾക്ക് തെറ്റാണ്, ഇതിൽ നമ്മൾ അനേക പേരെ വഞ്ചിച്ചും ഇസ്ലാമിക നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുമാണ് നമ്മുടെ ഈ സ്നേഹബന്ധം അതിവിടെ വഴിപിരിയുന്നു എന്ന് പറയുന്ന നിമിഷം നമ്മുടെ ജീവിതം നന്മയിലേക്ക് തിരിച്ചു വരും. കഴിഞ്ഞ പാപങ്ങളിൽ പശ്ചാത്തപിക്കാനും പുതിയ ഭാവി ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് ശരിയാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് അവസാനത്തെ വാചകമായി ഓർമ്മപ്പെടുത്താൻ